മുൻപ് മനുഷ്യക്കടത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവുമായി പോലീസ്. കേസിൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷ. ജലക്ഷാമം മൂലം നെൽപ്പാടങ്ങളിൽ കളകൾ വ്യാപകമാകുന്നു. കൃഷിച്ചെലവ് വർദ്ധിച്ചു. വിളവ് കുറയുമെന്ന ആശങ്കയിൽ കർഷകർ. പ്രായോഗിക പരിശീലനം നൽകിയ 50,000 കുടുംബശ്രീ പ്രവർത്തകരെ സ്വയം സംരംഭകരാക്കുമെന്ന മന്ത്രി എ.സി. മൊയ്തീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 195 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ഉടൻ നിയമിക്കുമെന്നും മന്ത്രി. അഞ്ഞൂർ പാർക്കാടി പൂരം വർണ്ണാഭമായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 45 ആനകൾ. ജില്ലയിലെ രണ്ടാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് വെള്ളിക്കുളങ്ങരയിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും. സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക സൗകര്യം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുള്ള മുനമ്പ് മനുഷ്യക്കടത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവുമായി പോലീസ്. ഇത് സംബന്ധിച്ച അന്വേഷണം കേസിൽ വഴിത്തിരിവുണ്ടാക്കും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മത്സ്യബന്ധന കേന്ദ്രത്തിൽ നിന്നും ബോട്ടിൽ യാത്ര തിരിച്ചത് ആരും അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. കേരളത്തിന് പുറത്തുനിന്നും എത്തിയവർ കേരളത്തിലെ മത്സ്യഗ്രാമത്തിൽ നിന്നും സുഗമമായി യാത്ര പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിറകിൽ നാട്ടുകാരായ ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസ്. മുനമ്പം, മാല്യങ്കര തുടങ്ങിയ മത്സ്യബന്ധന കേന്ദ്രങ്ങൾ പൊതുവെ ജനത്തിരക്കേറിയ പ്രദേശമാണ്. ഇവിടെ നിന്നുമാണ് 230 മുതിർന്നവരും പുറമെ കുട്ടികളും കടൽ യാത്ര ആരംഭിച്ചത്. മത്സ്യബന്ധന ബോട്ടിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ യാത്ര തിരിക്കുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അഥവാ രാത്രിയിലാണ് ഇവർ പുറപ്പെട്ടതെങ്കിൽ പോലും ഇത്രയധികം ആളുകൾ സംഘം ചേർന്ന് പരിചയമില്ലാത്ത സ്ഥലത്തെത്തി സുഗമമായി സമുദ്രാതിർത്തി കടന്നത് സുരക്ഷാ സംവിധാനങ്ങളുടെ കനത്ത പരാജയമായാണ് വിലയിരുത്തപ്പെടുക. ഈ സാഹചര്യത്തിൽ മനുഷ്യക്കടത്തിന് നാട്ടിൽ നിന്നും സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. TCV കൊടുങ്ങല്ലൂർ. തുലാവർഷം ദുർബലമായതിനെ തുടർന്നുണ്ടായ ജലക്ഷാമം നെൽപ്പാടങ്ങളിൽ വ്യാപകമായി കളകൾ വളരാൻ കാരണമായി. കൃഷിച്ചെലവ് വർദ്ധിക്കാനും വിളവ് കുറയാനും കളകളുടെ ആധിക്യം കാരണമാകുമെന്ന് കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി, ചെമ്പൂച്ചിറ, വെള്ളിക്കുളങ്ങര, ആലുക്കപാടം തുടങ്ങി ഒട്ടുമിക്ക പാടശേഖരങ്ങളിലും നെല്ലിനേക്കാൾ ഉയരത്തിൽ കളകൾ വളർന്നു നിൽക്കുന്നത് കാണാനാകും. കൗണ്ട ഇനത്തിലുള്ള കളകളാണ് കൂടുതലായും കാണപ്പെടുന്നത്. പാടത്ത് ശരിയായി വെള്ളം കെട്ടിനിർത്തുകയും കളനാശിനി പ്രയോഗം നടത്തുകയും ചെയ്താൽ കളശല്യം ഒരു പരിധിവരെ പ്രതിരോധിക്കാനാകുമെങ്കിലും ജലക്ഷാമം മൂലം ഇത്തവണ ഇതിന് സാധിച്ചിട്ടില്ല. തുലാമഴ കിട്ടാതിരുന്നതും ചാലക്കുടി ജലസേചന പദ്ധതിയിലെ മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി മതിയായ തോതിൽ വെള്ളം എത്താതിരുന്നതും മുണ്ടകനെ പ്രതികൂലമായി ബാധിച്ചു. നെൽച്ചെടികൾക്കൊപ്പം കളകളും കതിരിടുന്നതിനാൽ കൊയ്ത്തു നടത്തുമ്പോൾ കളകളുടെ വിത്തുകൾ പാടത്ത് കൊഴിഞ്ഞു വീഴുകയും അടുത്ത തവണ കൃഷി ഇറക്കുമ്പോൾ വീണ്ടും മുളച്ചുപൊന്തുകയും ചെയ്യുകയാണ്. TCV കൊടകര. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി 195 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ഉടൻ നിയമിക്കുമെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ. പ്രായോഗിക പരിശീലനം നൽകി 50,000 കുടുംബശ്രീ പ്രവർത്തകരെ ഉടൻ സ്വയം സംരംഭകരാക്കുമെന്നും മന്ത്രി. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകീയ ആസൂത്രണ പദ്ധതികൾ ഡിസംബർ 31 മുൻപ് തന്നെ അംഗീകാരം നേടിയെടുത്ത് ഏപ്രിൽ 1 തന്നെ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കിയെന്നും ഇതിലൂടെ പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന പുതിയ വികസന രീതിക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്ലംബിംഗ്, ഇലക്ട്രിക്, കാർ പെയിന്റിംഗ്, അയേണിംഗ് തുടങ്ങി 10 തൊഴിൽ മേഖലകളിലേക്ക് കുടുംബശ്രീ പ്രവർത്തകർക്ക് 21 ദിവസത്തെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. 16 ലക്ഷം രൂപ ചെലവിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫീസ് നവീകരണം നടത്തിയത്. നിലവിലെ ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസന രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. 2019-20 വർഷം ISO അംഗീകാരം ലക്ഷ്യമിട്ടാണ് ഓഫീസ് നവീകരണം നടത്തിയിട്ടുള്ളത്. ചടങ്ങിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം പണിയെടുത്ത തൊഴിലാളികളെ ആദരിച്ചു. ബ്ലോക്ക് തലത്തിൽ ഫുട്ബോൾ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ജേഴ്സി വിതരണവും അങ്കണവാടികൾക്ക് ഗ്യാസ് സ്റ്റൗ വിതരണവും നിർവഹിച്ചു. പ്രൊഫസർ KU അരുണൻ MLA അധ്യക്ഷനായിരുന്നു. CN ജയദേവൻ MP മുഖ്യാതിഥിയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സർള വിക്രമൻ, കാർത്തിക ജയൻ, ഷീജ സന്തോഷ്, TK രമേശ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. അഞ്ഞൂർ പാർക്കാടി പൂരത്തിന് ആയിരങ്ങളെത്തി. രാവിലെ ക്ഷേത്രം മേൽശാന്തി തോട്ടപ്പായ്മന ശങ്കരൻ നമ്പൂതിരി, തന്ത്രി പന്തലക്കോട്ട് സജി നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളി.
പിതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റി. വെളുത്തുരുത്തി ഉണ്ണി നായർ പാണ്ഡ്യമേളത്തിന് പ്രാമാണിത്യം വഹിച്ചു. തുടർന്ന് 45ഓളം ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരങ്ങൾ കൂട്ടിയെഴുന്നള്ളിപ്പിന് അണിനിരന്നു. കിഴക്കൂട്ട് അന്യന്മാരുടെ നേതൃത്വത്തിൽ നടന്ന പാണ്ഡ്യമേളത്തിൽ 150ഓളം കലാകാരന്മാർ പങ്കെടുത്തു. പാർക്കാടി പൂരത്തിനിടെ ആന ഇടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഊട്ടോളി രാമൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. സ്ഥലത്തുണ്ടായിരുന്ന എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തക വട ഉപയോഗിച്ച് 20 മിനിറ്റ് നേരത്തെ ശ്രമത്തിനൊടുവിൽ തളയ്ക്കുകയായിരുന്നു. ചാലക്കുടി താലൂക്കിൽ ആദ്യത്തേതും ജില്ലയിലെ രണ്ടാമത്തേതുമായ സ്മാർട്ട് വില്ലേജ് ഓഫീസ് തിങ്കളാഴ്ച വെള്ളിക്കുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിക്കും. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള റോഡരികിൽ നേരത്തെ വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണിതിട്ടുള്ളത്. 40 ലക്ഷം രൂപയോളം ചെലവിൽ പണിതീർത്ത സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൽ പൊതുജനങ്ങൾക്കായി കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറി, ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുള്ളതായി വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസർ PD ഷാജു പറഞ്ഞു. വെള്ളിക്കുളങ്ങര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം സ്മാർട്ട് വില്ലേജ് ഓഫീസായി പൊതുജനങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന നമ്മുടെ വില്ലേജ് ഓഫീസിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ശേഷിക്കാരായ ആൾക്കാരുടെ സൗകര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ കെട്ടിടം പണിതീർത്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുന്ന 25 വില്ലേജ് ഓഫീസുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസ്. റവന്യൂ വകുപ്പ് അനുവദിച്ച പ്രത്യേക ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. സാമൂഹിക സംഘടനകളുടെയും ജനപ്രതിനിധികളുടെയും മുറവിളികൾക്കൊടുവിൽ കഴിഞ്ഞ വർഷമാണ് വില്ലേജ് ഓഫീസ് പുനർനിർമ്മാണത്തിന് നടപടിയുണ്ടായത്. നേരത്തെ റോഡരികിൽ നിന്ന് 10 അടിയോളം താഴ്ചയിലാണ് പഴയ കെട്ടിടം ഉണ്ടായിരുന്നത്. വയോധികരും ഭിന്നശേഷിക്കാരുമായവർക്ക് വില്ലേജ് ഓഫീസിലെത്താൻ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന സാഹചര്യം കണക്കിലെടുത്ത് കരിങ്കൽ ഉപയോഗിച്ച് റോഡിന് സമം തറകെട്ടി പൊക്കിയാണ് 1200 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പണിതിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിലാണ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. തിങ്കളാഴ്ച രാവിലെ 9-ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിക്കും. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. TCV കൊടകര. പടിഞ്ഞാറേ ചാലക്കുടി മോനംപിള്ളി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. ചുറ്റമ്പലത്തിനകത്തുള്ള 2 ഭണ്ഡാരങ്ങളാണ് കുത്തിപ്പൊളിച്ചത്. പുറത്തുള്ള ഭണ്ഡാരം പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് നിഗമനം. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. രാവിലെ എത്തിയ പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. CI J മാത്യുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് ലാൻഡിംഗ് പ്ലേസിൽ താമസിച്ചവർക്കുള്ള ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ KR ജയത്രൻ, വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, കോസ്റ്റ്ഫോർഡ് പ്രൊജക്ട് എഞ്ചിനീയർ സ്കന്ദൻ, വാർഡ് കൌൺസിലർമാർ, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ലാൻഡിംഗ് പ്ലേസ് ജീവനക്കാരുടെ ഭവന സമുച്ചയത്തിനായി 1,20,00,000 രൂപയാണ് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLAയുടെ ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിരിക്കുന്നത്. 10 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് പദ്ധതി. കേവലം രാമനാമം ജപിച്ചു നടന്നുകൊണ്ട് മാത്രം നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ലെന്നും പ്രവർത്തന പദ്ധതിയിലൂടെ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂവെന്നും CN ജയദേവൻ MP പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങരയിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന് തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് വേണ്ടത് പ്രവൃത്തിയാണ്. പ്രവർത്തന പദത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. കേവലം ഇങ്ങനെ രാമനാമം ജപിച്ച് നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. തടിച്ച് രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മോഹനൻ ചളിയിൽ, വാർഡ് അംഗം AK പുഷ്പാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 14 ലക്ഷം രൂപ ചെലവിലാണ് വെള്ളിക്കുളങ്ങര ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള സ്ഥലത്ത് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്.
ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ 1ാം വാർഷികാഘോഷവും വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ക്ഷേത്രത്തിൽ അലുമിനിയം കോമ്പോസിറ്റ് കാനിൽ തയ്യാറാക്കിയ നെയ് പായസത്തിന്റെ വിതരണോദ്ഘാടനവും 40 ലക്ഷം ചിലവിൽ നവീകരിക്കുന്ന ക്ഷേത്രം കൂത്തമ്പലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ വി എസ് രേവതി മുഖ്യാതിഥിയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ നെയ് പായസം ഇനി മുതൽ അലുമിനിയം ലിഡ് കോമ്പോസിറ്റ് കാനുകളിൽ ലഭിക്കും. ക്ഷേത്രത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്ന നടപടിയുടെ ഭാഗമായാണ് ഇത്തരം കാനുകൾ ഏർപ്പെടുത്തിയത്. ശബരിമലയിൽ അരവണ പായസം നൽകുന്ന മാതൃകയിലുള്ള കാനുകളിലാണ് ഗുരുവായൂരിൽ ഇനി നെയ് പായസം ലഭിക്കുക. ഗുരുവായൂരിന്റെ പരിസര ക്ഷേത്രങ്ങളിൽ വർഷങ്ങളായി ഇത്തരം കാനുകളിലാണ് നൽകിയിരുന്നതെങ്കിലും ഗുരുവായൂരിൽ ആദ്യമായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത്. 1/4 ലിറ്ററിന്റെ നെയ്പായസ കാനിന് 90 രൂപയാണ് ഈടാക്കുന്നത്. ഇത് 20 ദിവസം വരെ കേടുകൂടാതെയിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് പുറമെ ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ കെ.യു. കൃഷ്ണകുമാർ തയ്യാറാക്കിയ കൃഷ്ണന്റെ വനഭോജന ചിത്രവും കാനിന്റെ മുൻവശത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ച യന്ത്രം ഉപയോഗിച്ചാണ് കാനുകളിൽ പായസം നിറയ്ക്കുന്നത്. നിലവിൽ പ്ലാസ്റ്റിക് ഡപ്പകളിലാണ് പാൽപായസവും നെയ്പായസവും നൽകിയിരുന്നത്. പ്ലാസ്റ്റിക് ഡപ്പകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പാൽപായസം സ്റ്റീൽ പാത്രത്തിൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. 1/2 ലിറ്ററിന്റെ സ്റ്റീൽ പാത്രത്തിന് 90 രൂപയും 1 ലിറ്ററിന്റെ പാത്രത്തിന് 100 രൂപയുമാണ് ഈടാക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. കൊലപാതകം, വധശ്രമം, അടിപിടി മുതലായ നിരവധി കേസുകളിലെ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി തേമാലിപ്പറമ്പിൽ ഷാജിയാണ് അറസ്റ്റിലായത്. 3 വർഷം മുൻപ് വ്യാപാരി ആക്രമിച്ച പണവും ATM കാർഡും മറ്റും അപഹരിച്ച കേസിലാണ് അറസ്റ്റ്. ചാലക്കുടിയിലെ നീതി മെഡിക്കൽ സ്റ്റോറിന് സമീപത്ത് വെച്ച് വ്യാപാരിയായ തിരുവനന്തപുരം പൂന്തുറ സ്വദേശി സെൽവരാജിനെ ബൈക്കിലെത്തിയ ഷാജിയും മൈന എന്നറിയപ്പെടുന്ന സജിയും ചേർന്ന് തടഞ്ഞു നിർത്തിയാണ് പണവും ATM കാർഡും കവർന്നത്. തിങ്കളാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വേലൂർ കീഴ്ത്തണ്ടിലത്ത് സാമൂഹ്യവിരുദ്ധ ബൈക്ക് നശിപ്പിച്ചു. പടിഞ്ഞാറുട്ട് സുനീഷിന്റെ ബൈക്കാണ് നശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവമുണ്ടായത്. വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിന്റെ സീറ്റും ടയറും കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ വെള്ളറക്കാട് മുതൽ പന്നിത്തടം വരെയുള്ള മേഖലയുടെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. വെള്ളറക്കാട് മുതൽ പന്നിത്തടം വരെയുള്ള റോഡിന്റെ ആധുനിക നവീകരണത്തിനായി 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെങ്കിലും കരാറുകാരൻ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറായിട്ടില്ല. തകർന്ന റോഡിൽ നിന്നും ഉയരുന്ന പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ വെള്ളറക്കാട് പ്രദേശത്ത് ഉപരോധ സമരം നടത്തി പ്രതിഷേധിച്ചിരുന്നു. വീടുകളിൽ പൊടി നിറയുന്നതിനോടൊപ്പം പരിസരവാസികൾക്ക് വിട്ടുമാറാത്ത ചുമയും ശ്വാസതടസ്സവും ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള അലർജി രോഗങ്ങളും പിടിപെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ മന്ത്രി AC മൊയ്തീൻ പൊതുമരാമത്ത് വകുപ്പിനും കരാറുകാരനും നിർദ്ദേശം നൽകിയത്. റോഡിലെ കലുങ്കുപാലങ്ങൾ പലതും ബലക്ഷയം സംഭവിച്ചതാണ്. ഇത് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് റോഡ് നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താനുള്ള സാങ്കേതിക നടപടികൾ നടന്നുവരികയാണ്. അതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതെന്നും നടപടിക്രമങ്ങൾ ദ്രുതഗതിയിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതിനു പുറമെ എരുമപ്പെട്ടി കടങ്ങോട് റോഡിന്റെ പുനർനിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. TCV, എരുമപ്പെട്ടി. പാവറട്ടി വടക്ക് ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി കാരുണ്യപർവ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആതുര സേവന പ്രവർത്തനങ്ങൾ തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ജോസഫ് പോത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായുള്ള ഡൽഹി യാത്രയുടെ ആദ്യ ടിക്കറ്റ് വിതരണം CK തോബിയാസിന് നൽകി ഉദ്ഘാടനം ചെയ്തു. വടക്ക് ഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NJ ലിയോ അധ്യക്ഷനായിരുന്നു. കൺവീനർ KJ ജെയിംസ്, MD സിജോ, ബൈജു ലൂവീസ് എന്നിവർ സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫെറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനായി. ഫാദർ ഡോക്ടർ ബാബു പാണാട്ടുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ അതിരൂപത ചാരിറ്റി പ്രവർത്തന ഫണ്ടിലേക്കുള്ള സംഭാവന അതിരൂപത ആർച്ച് ബിഷപ്പ് മെറാൻഡ്രൂസ് താഴത്തിന് കൈമാറും. തുടർന്ന് നടക്കുന്ന സംഗീത വിരുന്നോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും. പ്രളയ ദുരന്തത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ മത്സ്യത്തൊഴിലാളികൾ കൊണ്ടുവന്ന ബോട്ട് ജീവനില്ലാതെ മടങ്ങി. കുഴൂരിൽ രക്ഷാപ്രവർത്തനം നടത്താൻ അഴീക്കോട് നിന്ന് കൊണ്ടുവന്ന ബോട്ടാണ് തകർന്നത്. കുഴൂർ പഞ്ചായത്തിലെ നിരവധി മനുഷ്യജീവനുകളെ ജീവിതത്തിന്റെ കരയിലേക്ക് കൊണ്ടുവരാൻ അന്ന് പാഞ്ഞെത്തിയ ആ മത്സ്യബന്ധന ബോട്ടാണ് ഇന്ന്
താങ്ങിക്കയറ്റി കൊണ്ടുപോകേണ്ട നിലയിലായത്. രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ തകർന്ന ബോട്ട് കുഴൂരിൽ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതെ തകർന്നു കിടന്ന ബോട്ട് വാഹനയാത്രക്കാർക്ക് തടസ്സമായ നിലയിലായിരുന്നു. മത്സ്യത്തൊഴിലാളികളായ മാടത്തിങ്കൽ സഹദേവൻ, സഹോദരൻ നകുലൻ, മനപ്പറമ്പിൽ സിദ്ദിഖ്, ചെട്ടിയാറ രാജേഷ് എന്നിവരാണ് അന്ന് ബോട്ടുമായി എത്തിയത്. നകുലന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ട് തകർന്നതോടെ ഉപജീവനമാർഗം തന്നെ ഇല്ലാതായ നിലയിലായിരുന്നു. നഷ്ടപരിഹാരത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങി നിരാശപ്പെടുന്നതിനിടയിൽ കഴിഞ്ഞയാഴ്ചയാണ് അധികൃതരിൽ നിന്ന് ആശ്വാസ വാക്കുകൾ ഉണ്ടായത്. നഷ്ടപരിഹാരമായി 60,000 രൂപ ലഭിക്കുമെന്ന വാക്കാലുള്ള അറിയിപ്പാണ് ലഭിച്ചത്. നകുലന്റെ നഷ്ടത്തിന്റെ പകുതി പോലും ആകില്ലെങ്കിലും ചെറിയൊരു ആശ്വാസ വാക്കാണ് കേൾക്കാനായത്. അതിനിടയിലാണ് ബോട്ട് കുഴൂരിൽ നിന്ന് കൊണ്ടുപോകാൻ അവർ വീണ്ടും എത്തിയത്. നാട്ടുകാരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇവർ ബോട്ടിനെ ലോറിയിൽ കയറ്റി അഴീക്കോട്ടേക്ക് കൊണ്ടുപോയത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ബോട്ടിനെ വാഹനത്തിൽ കയറ്റാനായത്. ബോട്ട് റോഡിൽ കിടന്നിരുന്നത് നിരവധി അപകടങ്ങൾക്കിടയാക്കിയ അവസരത്തിലാണ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. നൂറുകണക്കിന് ജനങ്ങളുടെ രക്ഷകരെ നയിച്ച ബോട്ടിന് മാസങ്ങൾക്ക് ശേഷം കുഴൂർ ഗ്രാമം യാത്രയയപ്പ് നൽകുകയായിരുന്നു. TCV മാള. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഞായറാഴ്ച വൈകിട്ട് 5:00 ദർശനം. ക്ഷേത്രത്തിലെത്തിയ ISRO ചെയർമാനെ ക്ഷേത്ര മാനേജർ N. ഷാജു ശങ്കർ സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം കാര്യാലയ ഗണപതിയെയും വണങ്ങിയാണ് അദ്ദേഹം മടങ്ങിയത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അടക്കമുള്ള വലിയ സുരക്ഷയാണ് ISRO ചെയർമാനൊപ്പം ഉണ്ടായിരുന്നത്. അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനടുത്ത് പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. പരിസരത്ത് കനത്ത പുക വ്യാപിച്ചതോടെ അരമണിക്കൂർ ആമ്പലൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് നിന്ന് അഗ്നി രക്ഷാസേനയെത്തി 5 മണിക്കൂറിലേറെ സമയമെടുത്താണ് തീ അണയ്ക്കാനായത്. പ്രളയത്തിൽ ഒഴുകി വന്ന പുല്ലുകളും മുളംകൂട്ടങ്ങളും പരിസരത്ത് കൂടിക്കിടക്കുന്നുണ്ട്. അധികൃതർ പുല്ല് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ വീണ്ടും തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. കേരള ഗ്യാസ് ആൻഡ് പെട്രോൾ പമ്പ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ ഗുരുവായൂരിൽ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി M. വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് K. ആന്റണി അധ്യക്ഷത വഹിച്ചു. പെട്രോൾ പമ്പുകളിലെയും ഗ്യാസ് ഏജൻസികളിലെയും തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രക്ഷോഭം ആരംഭിക്കാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി VS മണി, ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, CPM ഏരിയ സെക്രട്ടറി M. കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കാരക്കുളത്തുനാട് പാടശേഖരത്തിൽ വീടുപണിയുടെ അവശിഷ്ടം തള്ളുന്നതായി പരാതി. പാലക്കുടി തോടിന് സമീപം റോഡിന്റെ ഭാഗത്താണ് കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പാടം നികത്താൻ ചില മണ്ണിട്ട സ്ഥലത്താണ് ഇപ്പോൾ ഇത്തരം അവശിഷ്ടങ്ങളും എത്തിയിരിക്കുന്നത്. ഇവിടെ നടന്നുവരുന്ന നെൽകൃഷി തകർക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികാചരണത്തിന്റെ ഭാഗമായി ഒരുമരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി പദയാത്ര നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KV സത്താർ, ഒരുമനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KJ ചാക്കോയ്ക്ക് പതാക നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുമനൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വലപ്പാട് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ബാലസഭാ പരിശീലന ക്യാമ്പും ഫുട്ബോൾ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും നടത്തി. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന ക്യാമ്പ് ദയ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബ്രഹ്മപുത്രൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ മല്ലിക ദേവൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ സുനിത ബാബു, ശൈലജ, ജയപാൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി സെന്റർ ഇഖ്വത്തുൽ ഇസ്ലാം മദ്രസയിൽ നിബു തബവി യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നേടിയ മദ്രസ അധ്യാപകൻ അബൂബക്കർ റഹ്മാനിയെ ആദരിച്ചു. നെടുമ്പറമ്പ് മഹല്ല് ഖത്തീബ് ഷിഹാബുദ്ദീൻ റഹ്മാനി ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മദ്രസ പ്രസിഡന്റ് PK ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു. PK ഷംസുദ്ദീൻ, ഉമർ മുസ്ലിയാർ, അബൂബക്കർ ഹാജി, മജീദ് കറപ്പം വീട്ടിൽ എന്നിവർ സംസാരിച്ചു. കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മല മാതാപള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ റോബിൻ തൈപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ രൂപത ചാൻസലർ ഡോക്ടർ ഫാദർ മാത്യു കുറ്റിക്കോട്ടിൽ സന്ദേശം നൽകി.
കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വരുണപൂജയും മീനൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തി ലിജേഷ്, ശ്രീജിത്ത് എന്നിവർ സഹകാർമ്മികരായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം GLP സ്കൂളിൽ പാവനിർമ്മാണ ശില്പശാല നടത്തി. നഗരസഭാ പരിധിയിലെ അംഗൻവാടി, പ്രീ പ്രൈമറി വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും അമ്മമാർക്കുമായാണ് ശില്പശാല നടത്തിയത്. സ്ഥിരം സമിതി അധ്യക്ഷൻ TS ഷെനിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക T ഗീത, PTA വൈസ് പ്രസിഡന്റ് അർജുൻ പാക്കത്ത് എന്നിവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ പ്രതിമാസ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകളുടെ പരമ്പരയിലെ 102ാമത്തെ ക്യാമ്പ് കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഇതോടൊപ്പം നടന്നു. ഡോക്ടർ TG ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സജീവ് K മേനോൻ അധ്യക്ഷത വഹിച്ചു. MP നാരായണൻ, ഷോജൻ D വിധേയത്തിൽ, അനിൽ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന നിയമസഭ, സാക്ഷരതാ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഭരണഘടനാ സാക്ഷരതാ സന്ദേശയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. VD ദേവസ്വം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷീജു, സാക്ഷരതാ മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല എന്നിവർ സംസാരിച്ചു. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പകൽ വീട്ടിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ലേറെ രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സാവിത്രി ശങ്കപ്പു അരകുളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് CT ചേറു അധ്യക്ഷനായിരുന്നു. AK ആറുമുഖൻ, PO സെബാസ്റ്റ്യൻ, സാൻഡി ഡേവിഡ്, ഡോക്ടർ അനുഗ്രഹ, ഡോക്ടർ PK ബേബി തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയോരത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ വയോജനങ്ങൾക്കായി പകൽ വീട് സ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാവറട്ടി പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. പാവറട്ടി ആശ്രമ ദേവാലയാധിപൻ ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CD ആൻഡ്രൂസ് അധ്യക്ഷനായിരുന്നു. EV ദശരഥൻ, KP ജോസ്, CP ജോസ്, M ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് ചാത്തംകുളം കരിവാമ്പാടം റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. വാർഡ് മെമ്പർ CV ജെയ്സൺ അധ്യക്ഷനായി. ചാത്തംകുളം പാടശേഖര സമിതി സെക്രട്ടറി KC രാധാകൃഷ്ണൻ, VS നാരായണൻ എന്നിവർ സംസാരിച്ചു. കുട്ടഞ്ചേരി സോപാനം കുടുംബശ്രീയുടെയും സേവന ലാബോറട്ടറിയുടെയും നേതൃത്വത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും വാർഡ് തല ബ്ലഡ് ഡയറക്ടറി രൂപീകരണവും നടന്നു. വാർഡ് മെമ്പർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സീരിയസ് വൈസ് ചെയർപേഴ്സൺ രജനി ദിവാകരൻ അധ്യക്ഷയായി. കോടന്നൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. ഫാദർ ഷാജു ചെറിയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജേക്കബ് തച്ചറാട്ടിൽ, ജനറൽ കൺവീനർ അഖിൽ പോൾ, CV സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 26, 27, 28 ദിവസങ്ങളാണ് തിരുനാളാഘോഷം. കടങ്ങോട് വേലൂർ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ഏയാൽ, ആദൂർ, പാത്രമംഗലം റോഡിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. ഡോക്ടർ PK ബിജു MP അധ്യക്ഷത വഹിച്ചു. ഗേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലും ദേശീയ സ്കൂൾ കായികമേളയിലും ഹൈജമ്പിൽ സ്വർണം നേടിയ AL കുണ്ടുപറമ്പിൽ ഹമീദിന്റെ മകൾ സ്വാലിഹയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S നായർ എന്നിവർ പങ്കെടുത്തു. ഏനാമക്കൽ കൈരളി കലാവേദിയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 6 ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്തു. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജംഷാദ് ബഷീർ അധ്യക്ഷനായിരുന്നു. സജീവൻ വഴിനടക്കൽ, ഉത്തമൻ പുല്ലാനിപ്പറമ്പിൽ, കൊച്ചുപോൾ കൊള്ളനൂർ എന്നിവർ സംസാരിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് D അന്തപ്പൻ മാസ്റ്റർ സ്മാരക അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചങ്ങാതിക്കൂട്ടം ഭാരവാഹികളായ TB സുരേഷ് ബാബു, ഷാജി K അബ്ദു, സുനിൽ P മതിലകം എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സന്ദേശ പദയാത്ര നടത്തി. DCC പ്രസിഡന്റ് TN പ്രതാപൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KP അനൂപ് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി മണ്ഡലത്തിലെ 20 കേന്ദ്രങ്ങളിൽ പദയാത്രയ്ക്ക് സ്വീകരണം നൽകി. ജോസ് വള്ളൂർ, KV ദാസൻ, TK പൊറിഞ്ചു എന്നിവർ സംസാരിച്ചു.
എനമാവ് പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. തിരുനാളിനോടനുബന്ധിച്ച് പ്രളയ ദുരന്തത്തിൽ ഏനാമാവിൽ വീട് തകർന്ന ദുരിതം അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥർക്കായി 6 ലക്ഷം രൂപയുടെ കാരുണ്യ പ്രവൃത്തികളാണ് നടപ്പിലാക്കുന്നത്. തിരുനാൾ ആഘോഷങ്ങൾ ലളിതമാക്കിയാണ് കാരുണ്യ പ്രവൃത്തികൾക്കായി തുക കണ്ടെത്തിയത്. ഇടവക വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഈ മാസം 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ചേർപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ചിക്കാഗോ സഹായ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് തിരുനാൾ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവാലയാങ്കണത്തിൽ നിന്ന് ആരംഭിച്ച തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്നു. വികാരി ഫാദർ പോൾ പയ്യപ്പള്ളി നേതൃത്വം നൽകി. KPMS ചാലക്കുടി ശാഖ വാർഷികവും കുടുംബസംഗമവും ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK ഗോപാലൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രജിത ശശി, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് വിജു ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ AL യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നവോത്ഥാന സദസ്സ് ജില്ലാ പ്രസിഡന്റ് KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AC അഖിൽ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം KA നിത, പന്നിത്തടം മേഖലാ സെക്രട്ടറി AS സുഭിൻ, പ്രസിഡന്റ് അനൂഷ് C മോഹൻ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് വടക്കാഞ്ചേരിയുടെയും തൃശൂർ ഒബ്സ്റ്റമെറ്റിക് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റിയുടെയും കുമ്പളങ്ങാട് വായനശാല വയോജന വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിൽസൺ കുന്നമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ ആലപ്പാട്ട്, K. സേതുമാധവൻ, കൌൺസിലർ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, PV പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനമ്പം മനുഷ്യക്കടത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവുമായി പോലീസ്. കേസിൽ വഴിത്തിരിവുണ്ടാകുമെന്ന പ്രതീക്ഷ. ജലക്ഷാമം മൂലം നെൽപ്പാടങ്ങളിൽ കളകൾ വ്യാപകമാകുന്നു. കൃഷിച്ചെലവ് വർദ്ധിച്ചു. വിളവ് കുറയുമെന്ന ആശങ്കയിൽ കർഷകർ. പ്രായോഗിക പരിശീലനം നൽകി 50,000 കുടുംബശ്രീ പ്രവർത്തകരെ സ്വയം സംരംഭകരാക്കുമെന്ന മന്ത്രി AC മൊയ്തീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 195 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ ഉടൻ നിയമിക്കുമെന്നും മന്ത്രി. പാർക്കാടി പൂരം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 45 ആനകൾ. ജില്ലയിലെ രണ്ടാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് വെള്ളിക്കുളങ്ങരയിൽ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും. സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.